മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരുടെ സസ്പെൻഷനിൽ സർക്കാരിനെതിരെ CPIM പ്രതികാര നടപടികൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നാണ് പ്രസ്താവന. മുഖ്യമന്ത്രിയുടെ വാഹനം ആക്രമിക്കാൻ ശ്രമിച്ചവരെ പിന്തിരിപ്പിച്ച ഉദ്യോഗസ്ഥരെ അതിന്റെ പേരിൽ വേട്ടയാടുന്നത് അംഗീകരിക്കാനാവില്ല. വിഷയം രാഷ്ട്രീയ പകപോക്കലിന് ഉപയോഗിക്കുന്നത് ഒട്ടും ഉചിതമല്ല എന്നും സംസ്ഥാന സർക്കാർ രാഷ്ട്രീയ താൽപര്യത്തോടെ പോലീസിനെ ഉപയോഗിക്കുകയാണെന്നുമാണ് പ്രസ്താവനയിലുള്ളത്. അധികാരമേറ്റാൽ ഉടൻ നടപ്പാക്കുമെന്ന് പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നില്ല എന്നുമാണ് പരാമർശം. റഹീസ് റഷീദ് വിവരങ്ങളുമായി. റഹീസ്, അപ്പോൾ CPM സെക്രട്ടേറിയറ്റ് ഇപ്പോൾ ഗൺമാൻമാർക്കൊപ്പമാണ് അല്ലേ? ഈ ഗൺമാൻമാരുടെ ആക്രമണം ഏത് രൂപത്തിലായിരുന്നുവെന്നും അവർക്ക് ലാത്തി ഉപയോഗിക്കാനുള്ള അധികാരമില്ലാഞ്ഞിട്ടും അത് ഉപയോഗിച്ചു എന്നടക്കമുള്ള തെളിവുകളടക്കം ദൃശ്യങ്ങളടക്കം കേരളം മുഴുവൻ കണ്ടതാണ്. ഈ തിരഞ്ഞെടുപ്പിൽ അതൊരു പ്രധാനപ്പെട്ട വിഷയമാവുകയും ചെയ്തതാണ്. തിരഞ്ഞെടുപ്പിൽ AD തോമസിന്റെ വിജയത്തിലേക്ക് എത്തിച്ച ഒരു വിഷയം കൂടിയാണ്. അപ്പോൾ CPM ഇപ്പോഴും ഗൺമാൻമാർക്കൊപ്പം അല്ലേ റഹീസ്? സ്മൃതി, അങ്ങനെ തന്നെയാണ്. അത് രക്ഷാപ്രവർത്തനമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് തന്നെയായിരുന്നു അന്ന് CPIMനുള്ളത്. ഇപ്പോഴും CPIM ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് തുറന്നു പറയുകയും ചെയ്യുന്നു എന്നതാണ് ഇതിനകത്തെ കൗതുകം. കാരണം കോടതി നിർദ്ദേശപ്രകാരം ഉള്ള ഒരു അന്വേഷണമാണ് നടത്തുന്നത് എന്ന് പറഞ്ഞാണ് സംസ്ഥാന സർക്കാർ രാഷ്ട്രീയമായ തീരുമാനമാണെങ്കിൽ പോലും ഒരു അന്വേഷണം നടത്തുന്നത്. SP ഷൗക്കത്തലിയുടെ നേതൃത്വത്തിൽ SIT അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്ത് അത് കോടതിയിൽ സമർപ്പിച്ച ഒരു സാഹചര്യം. അതായത് നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് 5 പേരെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. പക്ഷേ അത് രാഷ്ട്രീയമായി സർക്കാരിനെയും പോലീസിനെയും സർക്കാർ ഉപയോഗിക്കുകയാണ് പോലീസിനെ എന്ന കാര്യമാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിലപാട്. ഇന്നലെ രാത്രി വൈകിയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത്. പിന്നീട് MV ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ അത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുകയും ചെയ്തു. അവരുടെ നിലപാട് അത് മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ വന്ന ആളുകളെ സുരക്ഷാ ജീവനക്കാർ പ്രതിരോധിക്കുകയായിരുന്നു. അവർക്കെതിരെ ഇപ്പോഴെടുക്കുന്ന എല്ലാ നടപടികളും അവസാനിപ്പിക്കണം എന്നതാണ്. അതായത് ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് ചുമത്താൻ പോകുന്നു. FIR കോടതിയിൽ സമർപ്പിച്ചു. ഇന്നലെ 5 പേരെയും സസ്പെൻഡ് ചെയ്തു. ഈ സമയത്താണ് മറ്റൊരു രക്ഷാപ്രവർത്തനവുമായി CPM രംഗത്ത് വരുന്നത്.